ഐ എം റിയലി സോറി നവീൻ. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ എന്റെ ഭാഗത്തു നിന്നും ചെറുതും വലുതുമായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. എനിക്ക് ഓർമ്മയുള്ളതിനൊക്കെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. കണ്ണ് കണ്ടൂടേന്ന്. ഓ അതെങ്ങനെയാ? കാണേണ്ടതല്ലോ കാണുന്നേ. കാണാൻ പാടില്ലാത്തത് തന്നെയല്ലേ തെരഞ്ഞെടുക്കുന്ന മുഴുവനും. എന്റെ മുന്നിന്ന് നാശങ്ങള്. കുറച്ച് ചീത്ത കേട്ടാലേ എന്താടി മോളെ? ഇത് ഐറ്റം ഏതാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ. ഇത് ശരിക്കുള്ള ഗാഥ തന്നെയാമേ. ഗാഥ ശ്രീനിവാസ്. അവളുടെ അഹങ്കാരം കണ്ടാൽ അറിയാം. പക്ഷേ ഒരു കുഴപ്പമുണ്ട്. ഇതിപ്പോ വേർതിരിച്ച് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട് രണ്ട് ഗാഥമാരും തമ്മിലുള്ള വ്യത്യാസം. പക്ഷേ അത് നമുക്ക് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ പറ്റുന്നില്ലല്ലോ. ഇനി നമുക്ക് നോക്കാൻ ഐഡിയ വല്ലതും ഉണ്ടോ? അച്ഛൻ ഇനി തല്ലുകൊള്ളാനുമില്ല, അമ്മ ഇനി ചീത്ത കേൾക്കാനുമില്ല. ഇനി ആ ഐഡിയ കൊണ്ടൊന്നും ഒരു കാര്യമില്ലമ്മേ. ശരിയാ. ഇവള് കളരിക്കൽ കുടുംബത്തിനെ കളിപ്പിച്ചോണ്ടിരിക്കുകയാണെന്ന് എങ്ങനെയെങ്കിലും അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തേ പറ്റൂ. ഞാൻ ചോദിച്ചതിന് നീ എന്താ മറുപടി പറയാത്തെ? സുനന്ദയുടെ കൂടെ പോയവരല്ലോ നീ തിരിച്ചു വന്നേ. പിന്നെ എനിക്ക് എന്താ മാറ്റം? വേറൊരു തലയും കൂടി മുളച്ചു വന്നോ? നീ ഇങ്ങനെ തർക്കോത്തരം പറയുമ്പോ തന്നെ ഉറപ്പാ എന്തോ കാര്യമുണ്ടെന്ന്. കൃഷ്ണേ, മോളിക്കുട്ടി ഇത് എപ്പോ വന്നു? വരുന്ന വഴിയിലെ സുനന്ദ ചേച്ചിയും ദുബായ് മാമനും അവിടെ വഴിയിൽ നിൽക്കുന്നത് കണ്ടു. സത്യം പറഞ്ഞാ ഞാനൊന്ന് പേടിച്ചു കേട്ടോ. എന്തിന്? അല്ല, ഈ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന വീടുകളിൽ രണ്ടുപേരൊന്ന് മാറി നിന്ന് സംസാരിക്കുന്നത് കണ്ട ടെൻഷൻ ആവില്ലേ അമ്മേ? പിന്നെ കാര്യം ചോദിച്ചപ്പോ കുഴപ്പമൊന്നുമില്ല. കൃഷ്ണേ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ എന്നെ വിടാമേ? എന്നാ ശരി, കൊണ്ടുപോയിക്കോ. നീ വാ. എന്താ വരാൻ മോളിക്കുട്ടി? എന്താ എന്താടി? അതെ, എങ്ങനെ ഉണ്ടായിരുന്നു വെഡിങ് ആനിവേഴ്സറി? പറഞ്ഞു കേക്കട്ടെ. ഇതിനാണോ നീ ഇത്ര തിരക്ക് പിടിച്ച് വിളിച്ചേ? പിന്നല്ലാതെ, നീ വിദേശത്ത് പോയി ഒളിമ്പിക്സ് കഴിഞ്ഞ് വന്നതല്ലല്ലോ അതിന്റെ വിശേഷങ്ങൾ ചോദിക്കാൻ. പറ വെണ്ണേ, എന്തൊക്കെയായിരുന്നു വിശേഷങ്ങള്? വിവാഹ വാർഷികം സംഭവ ബഹുലായിരുന്നു. എപ്പ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന ഒരു ബോംബ്. നീ ഡീറ്റെയിൽ ആയിട്ട് പറ. എന്താ? എല്ലാം സംഭവ ബഹുലമായിട്ട് നടന്നു. പകല് പൂജയും ബഹളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പതിവ് പോലെ പൂജയിലേക്ക് എന്നെ പിടിച്ചിരുത്തി. ഗാഥ ഇരിക്കേണ്ട സ്ഥലത്ത് ഞാൻ പോയിരുന്നു. ദേ, എന്റെ കയ്യിലിതാ നാഗമോതിരം കിട്ടുന്നു. അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ അവിടെ നടന്നു. അവസാനേ ഒരു കാര്യം കൂടെ അവിടെ നടന്നു. സിത്താര മേഡം ഒരു ഗ്ലാസ് പാലും തന്ന് എന്നെ നവീന്റെ റൂമിലേക്ക് കയറ്റിവിട്ടു. ഇതൊക്കെയാ അവിടെ നടന്ന വിശേഷങ്ങള്. ഓ, അവസാനം പെറ്റമ്മയായ സീതാരാ മേഡം തന്നെ പാല് ഗ്ലാസ് കയ്യിൽ തന്നെ നിന്നെ മണിയറയിലേക്ക് കയറ്റി വിട്ടല്ലോ. അല്ല, എന്നിട്ടെന്താ നടന്നേ? എന്നിട്ടെന്താ? ഒന്നുമില്ല. പെണ്ണെ കളിക്കലേ, കാര്യം പറയുന്നുണ്ടല്ലോ. എടി, അതിന് പറയാനൊന്നുമില്ല. അപ്പോഴേക്കും ഗാഥയുടെ പ്രശ്നങ്ങള്. നീ വിഷയം മാറ്റല്ലേ. ഈ പറയുന്ന നേരത്തൊന്നും ഗാഥ ഒരു വിഷയം ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ തമ്മിൽ എന്ത് നടന്നു? അങ്ങനെ കാത്തിരുന്ന് ഫസ്റ്റ് നൈറ്റ് നടന്നല്ലോ. നീ ഒന്ന് പോയി. നിന്നെ പോലൊരു പെണ്ണിനെ ഇതിൽ കൂടുതൽ നന്നായിട്ട് അത് പ്രകടിപ്പിക്കാൻ പറ്റില്ല. കാര്യം എനിക്ക് മനസ്സിലായി. എന്താ? എടി, നീ എന്നെ പൊട്ടം കളിപ്പിക്കല്ലേ. അങ്ങനെ നീ പൂർണ്ണമായിട്ട് നവീണ്ടതായി. നടക്കട്ടെ നടക്കട്ടെ. ആ കൃഷ്ണന്റെ അടുത്തേക്കല്ലാതെ ഈ കൃഷ്ണയുടെ യാത്ര പിന്നെ വേറെ എങ്ങോട്ടാ? ഇതെന്താ? താൻ വന്നതുപോലെ തിരിച്ചു വേണോ? ഞാൻ
ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല, പേടിക്കൊന്നും വേണ്ട. ദാ ഇത് നവീനുള്ളതാ, ഇഷ്ടായോ നോക്ക്. ഓ, ഒന്ന് തുറന്നു നോക്കാൻ ഇത്രയ്ക്ക് സമയം വേണോ? കൊള്ളാല സെലക്ഷൻ. ക്രെഡിറ്റ് എനിക്കല്ല, സിത്താര ശ്രീനിവാസനാണ്. മമ്മിയെ എടുത്തെന്ന്. ആഹാ, എനിക്ക് ഇഷ്ടപ്പെട്ട കളറാ. അതെനിക്കറിയാലോ. ഇഷ്ടങ്ങളൊക്കെ ഞാൻ മമ്മിയുടെ അടുത്ത് പറഞ്ഞായിരുന്നു. പിന്നെ ചൂസ് ചെയ്ത മമ്മിയാ. എനിക്കും എടുത്തിട്ടുണ്ട്, നോക്ക്. ആ. ആഹാ, ഇതും അസലായിട്ടുണ്ടല്ലോ. അപ്പൊ നീ എങ്ങനെയാ പരിപാടി? എന്ത് പരിപാടി? ഹാ, ഈ ഡ്രസ് ഇട്ടോണ്ട് ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ. നമുക്കൊന്ന് പുറത്തു പോയാലോ? കാര്യമായിട്ടാണോ? ഹാ, പിന്നെ അല്ലാതെ. എനിക്ക് നവീന്റെ കൂടെ പുറത്തൊന്ന് യാത്ര ചെയ്യാൻ തോന്നുക. പേടിക്കൊന്നും വേണ്ട, പഴയ സംഭവങ്ങളൊന്നും ആവർത്തിക്കില്ല. അന്ന് സംഭവിച്ചതിന് എന്തേലും പ്രായശ്ചിത്തം ഉണ്ടെങ്കിൽ ബോണസ് ആയിട്ട് അതും ചെയ്യാം. സത്യം പറ, എന്റെ കൂടെ വരാൻ പേടിയുണ്ടോ? പറയാൻ മടിക്കുന്നതിന് പേടിയുണ്ട്. ഈ വീടിന്റെ അകത്ത് നമ്മുടെ ബെഡ്റൂമില് നമ്മൾ വഴക്കിടുന്ന പോലെയല്ല ഒരു പൊതുസ്ഥലത്ത്. ഭാര്യ വഴക്കുണ്ടാക്കുകയും ഭർത്താവ് നിസ്സഹായനായി നിൽക്കുകയും ചെയ്ത അത് വല്ലാത്തൊരു നാണക്കേടാ. അതുവരെ നമ്മളെ റെസ്പെക്ട് ചെയ്തിരുന്ന മനുഷ്യര് ആ കാഴ്ച കാണുമെന്ന് അറിയുമ്പോൾ അങ്ങനെ കണ്ട അവരുടെ മനസ്സിൽ ഒരൊറ്റ പേരേ വരുള്ളൂ. അതെന്താണെന്നറിയോ? കഴിവില്ലാത്തവൻ. അത് എല്ലാ പുരുഷന്മാരും പേടിക്കുന്നൊരു കാര്യമാണ്. ഓ, ഐ എം റിയലി സോറി നവീൻ. കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ എന്റെ ഭാഗത്തു നിന്നും ചെറുതും വലുതുമായിട്ട് എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടോ അതിനൊക്കെ ഞാൻ മാപ്പ് ചോദിക്കാം. എനിക്ക് ഓർമ്മയുള്ളതിനൊക്കെ ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. അത് നവീൻ തന്നെ കണ്ടോ? എന്നിട്ട് ഞാൻ തിരുത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നവീൻ തന്നെ പറ. ഇത്രയൊക്കെ പറയുന്ന ഒരാളെ അവിശ്വസിക്കേണ്ട കാര്യമില്ല. താൻ പെട്ടെന്ന് റെഡി ആയിക്കോ, നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ആ, എനിക്കൊന്ന് കുളിക്കണം. എനിക്കും കുളിക്കണം. ഒരു കാര്യം ചെയ്യും, താനിവിടെ താഴെ കുളിക്കാം, ഞാൻ മേലെ ബെഡ്റൂമിൽ കുളിക്കാം. ഒരേ സമയം നമുക്ക് രണ്ടുപേർക്കും കുളിച്ച് റെഡിയായിട്ട് ഇറങ്ങാലോ. ഓക്കെ? ഓക്കെ ഓക്കെ. പിന്നെ സമയം കളയാനില്ല, നമുക്കൊന്ന് ചുറ്റി അടിച്ചിട്ട് ഫുഡിന്റെ സമയം ഒന്ന് അറേഞ്ച് ചെയ്യണം. വേഗം ആയിക്കോട്ടെ. ആയിക്കോട്ടെ.